എല്ലാ സൺഡേ സ്കൂൾ കൂട്ടുകാർക്കും നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത് ക്വാർട്ടർ 1 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ നിസ്തുല്യതയെ കുറിച്ചാണ്. യേശുവിനെ മറ്റൊരാളുമായി തുല്യം ചെയ്യുവാൻ കഴിയില്ല എന്ന് നാം പഠിച്ചു വരികയാണ്. അങ്ങനെ പഠിക്കുന്ന മറ്റൊരു പാഠമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രാർത്ഥനയിൽ അതുല്യനായ യേശു. പ്രാർത്ഥനയിൽ അതുല്യനായ യേശു എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ യേശുവിന് തുല്യമായി പറയുവാൻ ആരുമില്ല എന്നാണ് അത് പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥനയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പാസ്റ്റർ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വീട്ടിലെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. ആ മതങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല രീതികളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോഴാണ് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ആവശ്യം വരുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ അവന് ഒരു കാര്യം സ്വന്തമായി ചെയ്യുവാൻ കഴിവില്ലാത്ത അവസരത്തിൽ അവൻ മറ്റൊരാളെ ആശ്രയിക്കും. ആ കാര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ട് കഴിവുള്ള മറ്റൊരാളെ ആശ്രയിക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. യേശുവിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ പ്രാർത്ഥന നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, തനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, തനിക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചിരുന്നു. 2 എന്ന് പറയുന്നത് യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, തന്നോട് ആവശ്യപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ആവശ്യപ്പെടാത്തവർക്കും വേണ്ടിയും യേശു പ്രാർത്ഥിച്ചിരുന്നു. യേശു തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് മരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു ക്രിസ്തു ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥനയിൽ നിന്ന് യേശുവിലൂടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, തന്റെ ശത്രുക്കളായി തന്നെ കണക്കാക്കുന്നവരോട് പോലും, യേശുവിന് ആരോട് ശത്രുതയില്ലായിരുന്നു, യേശുവിനെ ശത്രുവായി കണക്കാക്കുന്നവർക്ക് വേണ്ടി പോലും യേശു പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യേശു വളർന്ന ചുറ്റുപാട്, യേശുവിന്റെ ശിഷ്യന്മാർ വളർന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ അനുസരണത്തിലാണ്. അവർ എല്ലാ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. രാവിലെ 9 മണിക്ക് പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥിക്കും, വൈകുന്നേരം 3 മണിക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് പ്രാർത്ഥന കണ്ടുവരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർ. പക്ഷെ യേശുവിൽ നിന്നും അവർ വ്യത്യസ്തമായിട്ട് കണ്ടതുപോലെ അവർ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതല്ലാതെ യേശു പോയി വ്യക്തിപരമായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. ഇത് ശിഷ്യന്മാർക്ക് ഒരു അത്ഭുതമായിരുന്നു. അവൻ അധികാലത്ത് എഴുന്നേറ്റ് ഒരു നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നു? യേശു ദൈവവുമായിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കും അത് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ ആരും വരരുത്. പിതാവും നാമും തമ്മിൽ, പിതാവും പുത്രനും തമ്മിലുള്ള ഇഷ്ടം പോലെ ആ ശല്യപ്പെടുത്താൻ വേണ്ടി മറ്റാരും ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹം കാരണം യേശു ശിഷ്യന്മാരെ എല്ലാം ഒറ്റയ്ക്കാക്കിയിട്ട് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ യേശു തനിയെ പോയി മലമുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിരുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിയിരുന്നില്ല. പലപ്പോഴും യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്ത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരു വരണം, നിന്നെ ആൾക്കാർ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടു വളർന്ന ശിഷ്യന്മാർക്ക് യേശു അത്ഭുതം ചെയ്യാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മീൻ പിടിക്കാൻ പോകുമ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അക്കരയ്ക്ക് പോകുമ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മാത്രം യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെ ഈ ശിഷ്യന്മാർക്ക് ഭയങ്കര വിഷമമായി. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ യേശുവിനോട് വന്ന് ചോദിച്ചു, ഗുരു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു,
അതുകൊണ്ട് നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആദ്യമായിട്ട് ശിഷ്യന്മാർ മറ്റൊന്നും അവരോട് ശിഷ്യനോട് ചോദിച്ചില്ല. അത്ഭുതം ചെയ്യാൻ പഠിപ്പിക്കണമേ, അല്ലെങ്കിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം ചെയ്യാൻ പഠിപ്പിക്കണമേ എന്നും അല്ല പ്രാർത്ഥിപ്പിച്ചത്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന പ്രകാരമാണ്: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കലിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേക്കുള്ളത് ആമേൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥന ശിഷ്യന്മാരെ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരിക്കലും ഒരു മോഡൽ പ്രെയർ ആയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് കരുതാം. അത് മാത്രം നമ്മൾ ആ പ്രാർത്ഥന മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് കൂടുതൽ സംഭാഷിക്കാം എന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരും അത് ഉപയോഗിച്ചതായും കാണുന്നില്ല, ഉപയോഗിക്കാതിരുന്നതായും കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ യേശു ആഗ്രഹിക്കുന്നത് ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു മോഡലായിരിക്കണം എന്നുള്ളതാണ്. നിന്റെ രാജ്യം വരയണമേ എന്നുള്ളത്, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്നുള്ളത്, പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം അവിടത്തെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ദൈവരാജ്യം ഭൂമിയിൽ വരുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പ്രാർത്ഥനകൾ യേശു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരുടെ താല്പര്യം കൊണ്ട് യേശു ധാരാളം ഉപമകളും യേശു പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയിൽ അതുല്യനായ യേശുവിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ബൈബിളിൽ വായിക്കുക. അനന്തരം യേശു സ്വർഗത്ത് നോക്കി പറഞ്ഞത് എന്തെന്നാലെന്ന് പറഞ്ഞിട്ട് യേശു സ്വർഗത്ത് നോക്കി സംസാരിക്കുന്ന ഒരു വലിയൊരു അധ്യായം, ഒരു നീണ്ട അധ്യായമാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തോട് യേശു സംഭാഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. യേശു പറഞ്ഞ 1-2 കഥകളുണ്ട്. യേശു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഡാഡി അല്ലെങ്കിൽ നിങ്ങളുടെ പപ്പ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് കഴിയും. അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. മറ്റൊരു കാര്യം പറയുന്നത് ഒരു അപ്പനെയും മകനെയും കുറിച്ച് പറയാണ്. യേശു ആ ഉദാഹരണത്തിൽ പറയാണ്, നിങ്ങളിൽ ഒരുവന്റെ മകൻ മീനിനെ ചോദിച്ചാൽ അവനെ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നന്മ എത്ര അധികം നൽകും. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം യേശു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? പിതാവായ ദൈവത്തോട് സംസാരിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഡാഡിയോട് സംസാരിക്കുന്നത് പോലെ, അപ്പനോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു ആഗ്രഹം. പിന്നെ പരീക്ഷനെയും ചുങ്കക്കാരനെയും കുറിച്ച് പറയുന്നു. പരീക്ഷൻ തന്നെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരൻ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിലും തൻ്റെ ശിഷ്യന്മാർക്ക് യൗവണ്ണം പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു കൊടുത്തു. യേശു പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ ഡാഡിയോട് സംസാരിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങൾ പ്രാക്ടീസ് ആക്കി എടുക്കണം. ദൈവം നിങ്ങളോട് എപ്പോഴും സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആളാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലെ നിങ്ങളുടെ ഡാഡിയോട് പറയുന്നത് പോലെ, നിങ്ങളുടെ പപ്പയോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തിൽ പഠിച്ചത് നിസ്തുല്യത, പ്രാർത്ഥനയിൽ അതുല്യനായ യേശുക്രിസ്തു. പ്രാർത്ഥനയിൽ നമുക്കൊരു മോഡലാക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പൊതുവിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കടുത്ത വാക്കുകളും കടുകട്ടിയുള്ള വാക്കുകളും ഉണ്ടെങ്കിലേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നുള്ള പ്രാർത്ഥന അല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുന്ന വാക്കുകൾ കൂട്ടി യോജിപ്പിക്കാൻ പോലും കഴിയാത്ത പ്രാർത്ഥന. കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ ഉള്ളം തട്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്കൊരു പനിയോ നിങ്ങൾക്കൊരു ജലദോഷമോ വരുമ്പോഴാണ് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ അവർ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമെന്ന് ഹൃദയത്തിൽ തട്ടിയുള്ള നോർമലായിട്ടുള്ള ഒരു സംഭാഷണമാണ് സ്വർഗം പലപ്പോഴും കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭാഷണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളായ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണമെന്നാണ് ഈ പാഠപുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചത്തെ മനഃപ്പാഠവാക്യം എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഈ സംഭവം നടക്കുന്നത് യേശു മറുരൂപമലയിൽ ഒരു മലയിൽ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മലമേൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ യേശുവിന്റെ 3 ശിഷ്യന്മാരെയും കൂടെ കൂട്ടി നിർത്തി. എന്നിട്ട് അവരെ ഒരല്പം മാറി നിർത്തിയിട്ട് യേശു പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും ദൂരെ നിൽക്കുന്ന ശിഷ്യന്മാർ കണ്ടത്, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശുവിന്റെ മുഖഭാവം മാറി യേശുവിന്റെ വസ്ത്രം വെള്ളയായി തീർന്നു. ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ അത് വെള്ളയായി തീർന്നു എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റമുണ്ടാകും, നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ മാറ്റമുണ്ടാകും. അത് മറ്റുള്ളവർ പലപ്പോഴും തിരിച്ചറിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത്, യേശു പ്രാർത്ഥിക്കുന്നത് പിതാവിനോടുള്ള വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ശിഷ്യന്മാരെ പോലും യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടിയിരുന്നില്ല. പക്ഷേ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ അവസാന നിമിഷം ക്രൂശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗെത്സമനെ തോട്ടത്തിൽ ആ സമയങ്ങളിൽ, രക്തം വാർന്നൊലിക്കുന്ന സമയങ്ങളിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരല്പനേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. യേശുവിന് ആ സമയത്ത് അവരുടെ പ്രാർത്ഥന അത്യാവശ്യമായിരുന്നു. പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അവർ ഉറങ്ങിപ്പോയി. യേശു വീണ്ടും വന്നെന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും വന്ന് അവരെ നോക്കിയപ്പോഴത്തേക്ക് അവർ ഉറങ്ങുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പോയി. യേശു വീണ്ടും ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. യേശു ഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒറ്റ മനുഷ്യരില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ യേശു ആരെയും കൂട്ടാനും കരുതിയില്ല എന്നുള്ളതാണ്. പക്ഷെ പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുവെ സംസാരിക്കുന്നത് പോലെ, നമ്മളൊരു സുഹൃത്തിനെ പോലെ സംസാരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു അറപ്പ് തോന്നും, ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. മറ്റൊരാൾ ഫ്രണ്ട് ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ദൈവത്തോട് സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ, 6-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയിൽ അതുല്യനായ യേശു എന്ന അധ്യായത്തിലൂടെ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്, പഠിക്കാനുള്ളത്, നിങ്ങളുടെ മനഃപ്പാഠവാക്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഈ അധ്യായത്തിൽ ആവർത്തന ചോദ്യങ്ങൾ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മറ്റെല്ലാവരിനേക്കാളും പ്രാർത്ഥനയെക്കുറിച്ച് ശരിയായി പഠിപ്പിക്കുവാൻ കഴിയുന്നത് യേശുവിനാണ്. എന്തുകൊണ്ട്? നിങ്ങൾ കേട്ടതുപോലെ മറ്റുള്ളവരെക്കാളും യേശുവിനാണ് പ്രാർത്ഥനയെക്കുറിച്ച് ശരിയായി പഠിപ്പിക്കാൻ കഴിയുന്നത്. കാരണം പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന പുത്രനല്ലാതെ പിതാവിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. വേറെ ഒരു മനുഷ്യനും പറ്റത്തില്ല. ദൈവത്തോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനല്ലാതെ മറ്റാർക്കും നമുക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം, യഹൂദന്മാർ ദിവസം എത്ര നേരം പ്രാർത്ഥിച്ചിരുന്നു? നേരത്തെ കേട്ടതുപോലെ 3 നേരം അവർ പ്രാർത്ഥിച്ചിരുന്നു. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകുന്നേരം 3 മണി. ആ പ്രാർത്ഥന മതിയായില്ല എന്നുള്ളത് കൊണ്ടാണ് ശിഷ്യന്മാർ പോയി വീണ്ടും യേശുവിനോട് പറഞ്ഞത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം, യേശുവിന്റെ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അവന് ക്രൂശിൽ കിടക്കുമ്പോൾ അവന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. യേശു പറയുക മാത്രമല്ല, യേശു പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്ന ഒരാളല്ല. യേശു അത് ക്രൂശിൽ നമുക്ക് ഉദാഹരണമായി കാണിച്ചു തന്നു, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങളുടെ കൂട്ടുകാർ കളിക്കുന്നവർ പലരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, നിങ്ങളെ ഇഷ്ടമില്ലാത്തവരായിരിക്കും. പക്ഷേ യേശു പറയുന്നത് അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകൾ. ക്രൂശിൽ യേശുവിന്റെ 7 മൊഴികളുണ്ട്. 7 മൊഴികളിൽ 3 പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം എന്നുള്ള പ്രാർത്ഥന. അത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന,
പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. ഈ 3 പ്രാർത്ഥനകളാണ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചത്. 5-ാമത്തെ ചോദ്യം, കർത്തൃ പ്രാർത്ഥന ഏത്? എന്തുകൊണ്ട് നാം സാധാരണ പ്രാർത്ഥനകളിൽ അത് ചൊല്ലുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് യേശു നമുക്കൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ്. ഏതെല്ലാം ഘട്ടങ്ങളിൽ ആദ്യം ദൈവഹിതത്തെ കുറിച്ച് പ്രാർത്ഥിക്കണം, പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കൂട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പിന്നീട് ഒരിക്കലും ശിഷ്യന്മാർ അത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. അവരടുത്ത തലങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് നാം സാധാരണയായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അത് മാത്രം എല്ലാ ദിവസവും മുടങ്ങാതെ 3 നേരം പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ചിട്ട നമ്മൾ പലപ്പോഴും തുടരുന്നില്ല. ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടതുപോലെ പ്രാർത്ഥനയിൽ അതുല്യനായ യേശു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ അതുല്യനായ യേശു എന്നുള്ള പുസ്തകം പഠിക്കുക, ബൈബിൾ വായിക്കുക, പറഞ്ഞ വചനങ്ങൾ പഠിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ യേശുവിൻ്റെ അടുത്ത നിസ്തുല്യതയെ കുറിച്ച് നമുക്ക് പഠിക്കാം. നന്ദി.